നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തേ ഞാൻ നോക്കിക്കോളാം നീ വന്നെങ്കിൽ, ഒന്നിനും മുട്ടില്ലാതെ പൂമേനി തളരാതെ, മുത്തേ ഞാൻ നോക്കിക്കോളാം നീ വന്നെങ്കിൽ, മുത്തേ ഞാൻ നോക്കിക്കോളാം നീ വന്നെങ്കിൽ, മുത്തേ ഞാൻ നോക്കിക്കോളാം നീ വന്നെങ്കിൽ. സുരേഷ്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നിന്നെ കണ്ടാ ചെട്ടിയാരെ കൊന്നുകളെ. കൊല്ലണമെങ്കിൽ കൊല്ലട്ടതായിരട്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാ. എല്ലാ സത്യങ്ങളും ആതിരക്കുട്ടിക്ക് അറിയാം. എടാ, അതിനവക്ക് ബോധമില്ലല്ലോ. അവക്ക് ബോധം വരുന്നതിന് മുമ്പ് നിന്നെ അയാൾ കൊല്ലും. നീ വേഗം ഒന്ന് രക്ഷപ്പെടാൻ നോക്കണം. എനിക്ക് എന്റെ ആതിരക്കുട്ടിയെ കാണണം. അവളെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകൂല. എന്റെ പൊന്നു മോനെ സുരേഷ്, നീ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് വാശി പിടിക്കല്ലേ. എടാ, എന്റെ കൺമുന്നിലിട്ട് നിന്നെ അയാൾ കൊല്ലുന്നത് കാണാനുള്ള കരുത്തില്ലാത്തോണ്ട് പറയാ, നീ ഇവിടുന്ന് പോടാ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോടില്ല. എനിക്ക് എന്റെ ആതിരക്കുട്ടിയെ കാണണം. എടാ പൊട്ടാ, ഞാൻ വേണം നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് ഒരു കൊലപാതകത്തിന് നീ എന്നെ സാക്ഷിയാക്കരുത്. ജീവൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോടാ. എടാ, തെളിവുകളൊക്കെ നിനക്കെതിരാണ്. നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റിയ സാഹചര്യം അല്ലേ ഇപ്പോ. എടാ, നീ ജീവിച്ചിരുന്നാലല്ലേ സത്യം തെളിയിക്കാൻ പറ്റൂ. നിന്റെ സ്വന്തം ചേട്ടനാടാ പറയുന്നത്. പോടാ, വേഗം പോടാ മോനെ. ആയുസെത്താതെ നീ ചാകുന്നത് കാണാൻ വയ്യാത്തോണ്ട് പറയാ. വാ, വാടാ, വാ. ചെല്ല്, ചെല്ലടാ. എന്തായി പറ. ഞാൻ അവളെ കൊന്നു. നിന്നെ ആരെങ്കിലും കണ്ടിട്ടോ? ആ സുനീഷ് കണ്ടു. അയ്യോ, എന്നിട്ട്? അവനെന്നെ തിരിച്ചറിഞ്ഞ ലക്ഷണമൊന്നുമില്ല. എനിക്ക് മുഖംമൂടി ഉണ്ടായിരുന്നല്ലോ. ആ, നന്നായി. ഇനി ഒരു സെക്കൻഡ് നീ ഇവിടെ നിൽക്കട്ട. നേരെ ബാംഗ്ലൂർക്ക് വിട്ടോ. അവിടെ നിനക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം വിട്ടോ. ശരിയേട്ടാ. ആ, ഹലോ, അനന്തപ്പയ്യല്ലേ? ഞാനാ വിശ്വനാഥൻ. എനിക്കൊരു സഹായം വേണമല്ലോ. നന്ദിതേ, എന്താ ചേച്ചി? എന്തോ കാര്യമായ കുഴപ്പമുണ്ട് മോളെ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അജയനോട് ബാംഗ്ലൂർക്ക് പോയിക്കോളാൻ വിശ്വേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. ബാംഗ്ലൂർക്കോ? അതെ, അവനെ ഒളിവിൽ പറഞ്ഞയച്ചതാണെന്ന് ഉറപ്പാ. ഇനി സിന്ധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ മൂവ്മെന്റ്സ് ഉണ്ടായതാണോ? എന്ത് മൂവ്മെന്റ്സ്? അല്ല, അവളുടെ ബോഡി കിട്ടുവോ മറ്റോ?
അതിന് അവള് മരിച്ചു എന്നതിന് നമുക്കെന്താ ഉറപ്പ്? മരിക്കാതെ പിന്നെ എന്തിനാ ആ സുഗണനെ അറസ്റ്റ് ചെയ്തത്? അയാള് അജയനെ കൊല്ലാൻ വന്നത്. അവള് മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ. ആര് കൊന്നൂന്ന് മാത്രം അറിഞ്ഞാ മതി. ഇതിപ്പോ അജയനെ വിശ്വേട്ട മുഖ്യ കേസ് അത് തന്നെയാണെന്ന് നമുക്കെങ്ങനെ അറിയാം? ആ അത് നേരെ. ഇനി അജയന്റെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അവനെ എന്നെ അറിയില്ല. നീ വിഷമിക്കേണ്ട മൈഥിലി. ഏത് അസുരനും ഒരു അന്ത്യം ഉണ്ടാവും. ചിലപ്പോ നീ സ്വപ്നം കാണുന്നത് പോലെ അത് നിന്റെ കൈകൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നിന്നെക്കാൾ അതിന് അർഹതപ്പെട്ട എത്ര പേര് ഈ ഭൂമിയിലുണ്ടെന്ന് ആർക്കറിയാം? അവൻ നിനക്ക് അവസരം തന്നാലായിക്കോ. അല്ലെങ്കിൽ ആ ഭാഗ്യം നിനക്കില്ലെന്ന് വിചാരിച്ചോ. നന്ദിതേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നേ? എന്റെ മനസ്സാ ചേച്ചി പറഞ്ഞത്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. ബാംഗ്ലൂരല്ല, എവിടെ പോയി ഒളിച്ചാലും ഞാൻ അയാളെ വെറുതെ വിടില്ല. അയാളെ തകർത്തത് എന്റെ ജീവിതം മാത്രമല്ല, ജീവിക്കാനുള്ള എന്റെ വിശ്വാസം കൂടിയാ. നീ നിന്റെ കുഞ്ഞിനെ പറ്റി എന്താ മോളെ ഓർക്കാത്തെ? ആ ഓർമ്മയുള്ളതുകൊണ്ട് ചേച്ചി എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത്. അയാളുടെ മകളായി അവള് വളർന്നാൽ അതിൽ പരം ആ കുഞ്ഞിന് എന്ത് ശാപമാ വേറെയുള്ളത്? അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളെ ഒരാളില്ലാതെ പോകുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരാളുള്ളതിൽ ഭേദം അതല്ലേ? തിരിച്ചറിവാകുന്ന കാലത്ത് എന്റെ മകൾക്ക് എന്നെ ബോധ്യപ്പെടും. എന്തിനായിരുന്നു അവളുടെ അമ്മ അവളുടെ അച്ഛനെ കൊന്നതെന്ന് അവൾക്ക് മനസ്സിലാവും. മൈഥിലി, നീ എന്ത് പണിയാ നന്ദിത ഈ കാണിച്ചേ? നീ എന്തിനാ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പോയത്? ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും അവള് കത്തും. കാരണം അവളുടെ ഉള്ളിൽ പുകയുന്നത് ഒരിക്കലും അണയാത്ത കനല. ഏത് കടലും കത്തിക്കാൻ ത്രാണിയുള്ള കനല്.